എന്തായാലും നീ അച്ഛൻ്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വരാഞ്ഞത് മോശമായിപ്പോയി. അപ്പൊ ലീവ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് കല്യാണത്തിന് വരാൻ പറ്റത്തില്ലായിരുന്നു. എന്തായാലും അച്ഛൻ്റെ ഫംഗ്ഷനേക്കാളും വലുതല്ലല്ലോ ഈ കല്യാണം. നിനക്കല്ലേ അറിയാന്നല്ലേ അത്, എന്നിട്ടാണോ? ഒന്ന് പോയേ സഞ്ജു. അല്ല, നീ ഇന്നലെ അച്ഛനോട് സംസാരിച്ചായിരുന്നോ? എന്ത് സംസാരിക്കാൻ? ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, അത്ര തന്നെ. സമയം കിട്ടിയില്ല, അപ്പോഴേക്ക് ഇറങ്ങിയില്ലേ. ബെസ്റ്റ്. എന്താടാ ഇത്, നിനക്കിപ്പോഴും അച്ഛനോട് ദേഷ്യ? എടാ ദേഷ്യമൊന്നുമില്ല, പക്ഷെ എന്തോ പണ്ടേ അച്ഛനും ഞാൻ തമ്മിൽ സംസാരം ഭയങ്കര കുറവാ. എനിക്കെന്തെങ്കിലും അച്ഛനോട് പറയാണ്ടെങ്കിൽ തന്നെ അത് അമ്മ വഴിയായിരിക്കും, അതുപോലെ അച്ഛനും. പക്ഷെ സ്നേഹത്തിന് കുറവൊന്നുമില്ല. അച്ഛൻ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയം മുതൽ എന്നും ഓഫീസിൽ എന്തെങ്കിലും ടീ പാർട്ടി ഉണ്ടായിരിക്കും. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി ആദ്യം നോക്കുന്നത് അച്ഛൻ്റെ ലഞ്ച് ബോക്സ് ആണ്. അതിലുണ്ടാവും അച്ഛൻ്റെ പാർട്ടിയുടെ ആ ഒരു ഫുഡ്. അവിടെ നിന്ന് എന്ത് കഴിയാൻ കിട്ടിയാലും അച്ഛൻ കഴിക്കില്ല, എനിക്ക് കൊണ്ടുവരും. അതിപ്പോൾ പാർട്ടി ഇല്ലെങ്കിലും ലഞ്ച് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ ലൈഫിൽ കഴിച്ച ഏറ്റവും ടേസ്റ്റിയസ്റ്റ് പപ്സ് അച്ഛൻ്റെ ലഞ്ച് ബോക്സിൽ നിന്നാണ്. അച്ഛൻ പൊതുവെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാറില്ല.